കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ ദാനിയേൽ പുസ്തകം 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിൽ ബാബിലോൺ സാമ്രാജ്യം അതിക്രമിച്ച് കയറി അവരുടെ രാജാവിനെയും കുറേ ആളുകളെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന 4 പേരുണ്ട്: ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ്. അവരെ അവിടെ കൊണ്ടുപോയി രാജകൊട്ടാരത്തിനകത്ത് സേവ ചെയ്യുവാൻ വേണ്ടിയുള്ള ക്രമീകരണത്തോടുകൂടെ അവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയതാണ്. അവരുടെ യോഗ്യതകളെക്കുറിച്ചുള്ള ഭാഗത്ത് ആരംഭ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായ 2 ചലഞ്ചസ്, 2 വെല്ലുവിളികളാണ് ആദ്യം അവർക്ക് നേരിടേണ്ടി വന്നത്. ഒന്ന്, അവരുടെ പേര് മാറ്റി. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരാണ്. നമ്മളെ ഏത് സാധനം വാങ്ങിക്കാൻ പോയാലും ഏത് റെക്കോർഡ് നോക്കിയാലും പേരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അവരുടെ പേരിലൂടെ അറിയപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ യഹൂദ ബാലന്മാരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഐഡൻറ്റിറ്റി ആ പേരിലുണ്ടായിരുന്നു. അതെല്ലാം യഹോവയായ ദൈവത്തോടും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോടും ബന്ധപ്പെട്ട നാമങ്ങളായിരുന്നു. ആദ്യം അത് ചേഞ്ച് ചെയ്തു. അതിനകത്ത് അത്ര പരിഭ്രമം തോന്നിയില്ല. കാരണം അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ പേരാര് മാറ്റിയാലും ഞങ്ങൾ ആരാണെന്ന് ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി അവർ അധികം പ്രതികരിച്ചില്ല. രണ്ടാമത് അവർക്കുണ്ടായ കാര്യം അവരുടെ ഫുഡിനോടുള്ള ചലഞ്ചസാണ്. രാജാവിൻ്റെ ഭോജനവും രാജാവിൻ്റെ വീഞ്ഞും മാത്രം അവർക്ക് കൊടുക്കാവൂ, വേറൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ദാനിയേലിൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെ ഹൃദയത്തിനകത്ത് ഒരു തീരുമാനമെടുത്തു. ഒരു കാരണവശാലും ഈ ഭക്ഷണം കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ മലിനമാക്കുകയില്ല, ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നൊരു തീരുമാനം ഹൃദയത്തിനകത്ത് തീരുമാനം ഉറപ്പിച്ചു. അവർ ഷണ്ഡാധിപനോട് കാര്യം പറയുന്നു. രാജാവിൻ്റെ ഭക്ഷണമാണത്. രാജാവ് എന്ത് കഴിക്കുന്നു അതേ ഭക്ഷണം ഇവർക്കും കൊടുക്കുകയാണ്. എന്നാൽ അവരത് വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം അതെങ്ങനെ പ്രിപ്പയർ ചെയ്തു, യഹൂദന്മാരെ സംബന്ധിച്ച് അവരെന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെയാണ് അത് ഒരുക്കിയെടുക്കേണ്ടത് എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ യഹൂദന്മാരുടെ ഹൃദയത്തിൻ്റെ അകത്ത് അതിനാൽ പോലും ഞങ്ങൾ ഒരു വിധത്തിൽ ഞങ്ങളെ മലിനപ്പെടുത്തുകയില്ല എന്നൊരു ബോധ്യം അവർക്ക് ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളിലേക്ക് ദൈവമായി തന്നെ നമ്മളെ മാനിച്ചു. പ്രവാസത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയിട്ടും അവിടെ ദൈവം നമ്മളെ മാനിച്ചു. എൻ്റെ കൂടെയുള്ള സഹതടവുകാരെല്ലാം കേബാർ നദിയുടെ തീരത്ത് താമസിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് രാജകീയ കൊട്ടാരത്തിൽ താമസിച്ച് രാജാവിൻ്റെ ഫുഡും രാജാവിൻ്റേതായിരിക്കുന്ന വീഞ്ഞുമൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് എത്രമാത്രം സ്തോത്രവും ഹല്ലേലൂയയൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഈ ദാനിയേലും കൂട്ടരും അതല്ല ചെയ്തത്.
അവർക്കറിയാം ഇത് രാജാവിൻ്റെ ഭക്ഷണമാണ്. അത് ലഭിക്കുക എന്ന് പറയുന്നൊരു പദവിയാണത്. വാസ്തവത്തിൽ പ്രവാസത്തിൽ കഴിയുന്ന അടിമകളായി കൊണ്ടുപോയിരിക്കുന്ന ചെറുക്കൻ ബാലന്മാർക്ക് രാജാവിൻ്റെ ഭക്ഷണം അത് ലഭിക്കുക എന്ന് പറയുന്നൊരു പദവിയാണ്. എന്നാൽ അവർക്ക് ലഭിച്ച ആ പദവിയേക്കാൾ ഉപരിയായ നിലയിൽ അവർ പ്രാധാന്യത കൊടുത്തത് ദൈവിക ന്യായപ്രമാണത്തിനാണ്. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു വിധത്തിലുള്ളതായ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നതിനായിരുന്നു അവർ പ്രാധാന്യത കൊടുത്തിരുന്നത്. തങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നതിനേക്കാൾ ഉപരിയായ നിലയിൽ ഭക്ഷണം കഴിക്കുക, രാജാവ് കൊടുത്ത ഭക്ഷണം ഒരു പദവിയായി കാണുന്നതിനേക്കാൾ ഉപരിയായ നിലയിൽ അവർ കണ്ടത് ഈ ഭക്ഷണത്താൽ ഒരു വിധത്തിലും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല. അതിനാണ് പ്രാധാന്യം അവർ കണ്ടെത്തിയത്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിനും തങ്ങളെ തന്നെ ദൈവത്തിൽ സൂക്ഷിക്കുന്നതിനുമാണ് അവർ പ്രാധാന്യത കൊടുത്തത്. അതുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ തീരുമാനിച്ചു. അത് രാജാവിനോട് പറയുകയാണ്, ഷണ്ഡാധിപനോട് പറയുന്നു. ഷണ്ഡാധിപനോട് പറയുമ്പോൾ ഷണ്ഡാധിപൻ കുറേ തടസ്സങ്ങൾ പറയുന്നെങ്കിലും അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കുറേ നാളത്തെ ഒരു 10 ദിവസം ഞങ്ങളത് ടെസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഈ ഭക്ഷണം മതി, വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. 10 ദിവസം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കണം, ഇവരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുവാൻ വേണ്ടി, ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ വേണ്ടി, അവർ തങ്ങളെ തന്നെ അശുദ്ധമാക്കാതിരിക്കുവാൻ വേണ്ടി അവർ ആ രാജ്യത്ത് അവരെ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണ്. അവരുടെ ശരീരം തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണ്. ആ നിലയിലേക്കുള്ള സമർപ്പണ ജീവിതമാണത് അവർ ചെയ്തത്. തങ്ങളെ തന്നെ ആ പരീക്ഷണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ബാലന്മാരെക്കാൾ വളരെ അഴകുള്ള മിടുക്കന്മാരായി അവരെ കാണുന്നു. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. ഷണ്ഡാധിപനോട് ചോദിക്കുമ്പോൾ ഷണ്ഡാധിപൻ ആ കാര്യം പറഞ്ഞെങ്കിലും അവർ പറഞ്ഞപ്പോൾ ഷണ്ഡാധിപനെ മനസ്സിലാക്കി. അങ്ങനെ 10 ദിവസം അവർ പറഞ്ഞത് അംഗീകരിച്ചു. അവർ വളരെ റിസ്ക് എടുത്തത്. ആ റിസ്ക് എടുത്തോണ്ട് തന്നെ അവർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരെ നോക്കുമ്പോൾ വ്യത്യസ്തമായി കാണുന്നത്. നമുക്കതിന് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്കതിൻ്റെ 14 മുതൽ 16 വാക്യങ്ങളൊന്ന് വായിച്ച്. 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വാക്യങ്ങൾ. ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ ബേൽശസ്സർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാകപദാർത്ഥം കൊടുത്തു. ഓക്കെ, 16-ാമത്തെ വാക്യം വരെ വായിച്ചു. ഓക്കെ, ഇവിടെ ഒരു പരീക്ഷണ വസ്തുവായി അവരെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ കാര്യത്തിൽ ഷണ്ഡാധിപൻ അവരോട് യോജിച്ചു. നമുക്കിവിടെ കാണാൻ കഴിയുന്നതിൻ്റെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവരുടെ മുഖം
രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവരെ പോലെ കാറ്റഗറിയിലുള്ള ഒരു കൂട്ടം യുവാക്കന്മാർ അതിനകത്തുണ്ട്. അവർ രാജഭോജനം കഴിക്കുന്നു. ഇവർ വെറും വെജിറ്റേറിയൻ മാത്രം കഴിച്ച് പച്ചവെള്ളവും കുടിക്കുന്നു. കാരണം ഇവർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കാം എന്ന് പറയുന്നുണ്ട്. നീ കഴിക്കുന്ന ആഹാരം, നീ കഴിക്കുന്ന അപ്പവും നീ കുടിക്കുന്ന വെള്ളവും ഞാൻ അനുഗ്രഹിക്കാമെന്നൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചു. അവരെ കിട്ടിയത് അത് മാത്രം കഴിച്ചു. അതവരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ അവർ വിശ്വസിച്ചു. ആ വാഗ്ദത്ത പ്രകാരം അതവർക്കൊരു അനുഗ്രഹമാക്കി തീർത്തു. അവർ മറ്റുള്ള ബാലന്മാരിൽ നമ്മൾ എടുത്തു പറയുന്നു, രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അവർ ഭംഗി വർദ്ധിച്ചു. രണ്ടാമത് അവർ മാംസപുഷ്ടിയുള്ളവരായി തീർന്നു. അപ്പോൾ അവർ സുഹൃത്തുക്കളും പൂർണ്ണമായും ഷണ്ഡാധിപന് അവരോട് കരുണ തോന്നി. എന്നാൽ ദൈവം ഈ മനുഷ്യന്റെ മേൽ, ഈ 4 പേരുടെ മേൽ കൃപ ചൊരിഞ്ഞു. അതുകൊണ്ട് ഷണ്ഡാധിപൻ അവർ പറഞ്ഞ് യോജിച്ചു. അവർ ശരീരഘടനയിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പുഷ്ടിയുള്ളതായി കണ്ടു, അവർ അഴകുള്ളതായി കണ്ടു. നാം ഇവിടെ കാണുവാൻ കഴിയുന്ന ഇനി അങ്ങോട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ പരീക്ഷണ വസ്തുവായി ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയെന്ന് ഹൃദയത്തിൽ തീരുമാനിച്ച തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവിക ഇടപെടലാണ് താഴോട്ടുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രാത്രി ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവം എല്ലാവരുടെ മേലും മഞ്ഞും മഴയും അയക്കുന്നു. ദുഷ്ടരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവം മഞ്ഞും മഴയും അയക്കുന്നു. അത് ദൈവത്തിന് നീതിയാണ്. എന്നാൽ നീ ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ തീരുമാനിച്ച് അതിനുവേണ്ടി ഉറച്ചു നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെയോ യൂട്യൂബിലൂടെയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം, ദൈവവചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന നിമിത്തം ഏതെങ്കിലും വിധത്തിലുള്ള നിന്ദകളോ ആക്ഷേപങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഒതുക്കി വെക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവിക ന്യായപ്രമാണത്തെ നീ മുറുകെ പിടിച്ചോവാൻ. ഇതിനെയൊക്കെ നടുവിൽ തീരുമാനം ഹൃദയത്തിൻ്റെ അകത്തെടുത്ത് മുൻപോട്ട് പോയാൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആ ജനത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കും, ചെയ്തെടുക്കും എന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല, അതിന് നടുവിലും ദൈവവചനത്തെ മുറുകെ പിടിക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവിക വചനത്തെ മുറുകെ പിടിക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നമ്മളിവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ മേന്മയല്ലത്, ഒരു വിധത്തിലുള്ളതുമായ ഒരു ബയോളജിക്കൽ കാരണവുമല്ല. അവരുടെ ഭക്ഷണക്രമം, അവർ രാജാവിന് ഭക്ഷണം കഴിച്ച മറ്റ് യഹൂദന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരായി കാണാൻ കാരണം ഒരു ദൈവിക ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം ഇടപെടുകയാണ്. അതാണ് മുമ്പേ പറയുന്നത്,
ദൈവം സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ടി ഇടപെടും. അതേത് കാരാഗ്രഹത്തിലായിരുന്നാലും, ഏത് റിമോട്ട് പ്ലേസിലായിരുന്നാലും, ഏത് വനത്തിലായിരുന്നാലും, മരുഭൂമിയിലായിരുന്നാലും, ഏതവസ്ഥയിൽ എവിടെയായിരുന്നാലും ഒരു ഭക്തൻ, ഒരു ദൈവമകൻ, ദൈവമകൾ ദൈവത്തെ കാത്തിരിക്കുന്നു എങ്കിൽ അവൻ അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കും എന്ന് നന്നായി നമ്മൾ ഓർത്തുകൊള്ളണം. ഇനി നമുക്ക് 17-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തിൽ എല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടമായെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ഒന്ന് അവരെ പേര് മാറ്റി, 2 ഭക്ഷണം കൊടുത്ത് അതിൽ ചേഞ്ചസ് വരുത്തി. മൂന്നാമത്തത് ബാബിലോണിലെ സകല വിദ്യയും അഭ്യസിക്കുവാൻ തക്കവണ്ണം അവരെ ഏൽപ്പിച്ചു കൊടുത്തു, അവരെ അതിനു വേണ്ടി ചേർത്തു. അപ്പോൾ ഇവിടെ ദൈവം അവർക്ക് അറിവും വൈവിധ്യവും ഒക്കെ നൽകുന്നു. ദാനിയേലിലെ കൂട്ടാളികളുടെയും പ്രത്യേക ബുദ്ധിപരമായ കഴിവ് അവർക്ക് എങ്ങനെ ലഭിച്ചു? അവർക്ക് ലഭിച്ച ഭക്ഷണക്രമം കൊണ്ടല്ല, മറിച്ച് യഹോവയായ ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന ഇടപെടൽ കൊണ്ടായിരുന്നു അവർക്ക് ഈ മാറ്റങ്ങൾ സംഭവിക്കുവാൻ കാരണം. ഒന്ന്, ദൈവം ഇടപെട്ട നിമിത്തം ഒന്ന് മറ്റുള്ളവരിൽ നിന്നും അഴകുള്ളവരായും മാംസപുഷ്ടിയുള്ളവരായും അവർ തീർന്നു. രണ്ടാമത്തത്, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. മറ്റുള്ള യഹൂദ ബാലന്മാരെക്കാൾ, രാജകൊട്ടാരത്തിൽ ഇവരോടൊപ്പം പഠിച്ചു വന്നവരെക്കാൾ അവർ സകല വിദ്യയിലും സകല ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും ദൈവർക്ക് കൊടുത്തു. നോക്കണേ, അന്യരാജ്യത്ത് പ്രവാസത്തിൽ കഴിയുക, ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം ആ കാര്യത്തിൽ ഇടപെടുന്നു, അവർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ നോക്കുമ്പോൾ അതിന് 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. കാലം തികഞ്ഞപ്പോൾ എന്ന് പറയുന്നുണ്ട്. എത്ര കാലമാണ് അപ്പോൾ ഇവരെ അഭ്യസിപ്പിക്കുവാനും ഇവർക്ക് രാജഭോജനം കൊടുക്കുവാനൊക്കെ ഓർഡർ ചെയ്തത്? അതിന് 5-ാമത്തെ വാക്യം വായിച്ചേ. 5-ാമത്തെ വാക്യം. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അപ്പൊ 3 വർഷം ആണ് അവരുടെ കോഴ്സ്. ട്രെയിനിങ് പീരീഡ് 3 വർഷമാണ്. ഈ 3 വർഷം ഭക്ഷണം കഴിച്ച് നല്ല മിടുക്കന്മാരായി അവരെ കാണണം.
ഇവിടെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അഴകുള്ളവരായി മാറി, മിടുക്കന്മാരായി. രാജാവിന് മുമ്പാകെ കൊണ്ടു നിർത്തിയപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, എല്ലാവരിലും വെച്ച് അതിന് 19 വാക്യം വായിക്കുന്നു. രാജാവോട് സംസാരിച്ചാറെ അവരെല്ലാവരും വെച്ച് ദാനിയേൽ, ഹനനിയ, മീശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി മറ്റൊരുത്തരുമില്ലായിരുന്നു. അവിടെ അത്രയും പേർ രാജഭോജനവും കഴിച്ച് രാജാവിന് വീഞ്ഞും കുടിച്ച് വിദ്യയും അഭ്യസിച്ചൊക്കെ മുൻപോട്ട് പോയപ്പോൾ ഇവരോട് കമ്പയർ ചെയ്യുവാൻ, ഇവരുടേതായിരിക്കുന്ന ജ്ഞാനത്തോടും ബുദ്ധിയോടും കമ്പയർ ചെയ്യുവാൻ ഒരുത്തനെയും അവിടെ കണ്ടില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അത് 20-ാമത്തെ വാക്യം വായിച്ചേ. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരായെന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കണോ, ആ രാജ്യത്തെ ബാബിലോൺ സാമ്രാജ്യത്തിലെല്ലായിടത്തുമുള്ള ആരിൽ വെച്ച മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലൊക്കെ 10 ഇരട്ടി വിശിഷ്ടമുള്ളവരെന്ന് കണ്ടു. അത് തൊട്ടുമ്പോ വായിക്കുന്നത്, അവരെ രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിനൊക്കെയും അവർ രാജ്യത്തെല്ലായിടത്തുമുള്ള മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടമുള്ളവരായി അതിന് മറുപടി കൊടുത്തു. നോക്കണം, ദൈവത്തിന് വേണ്ടി നിലനിന്നത് നിമിത്തം, ആ ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്ത് ദൈവിക വചനത്തെ മുറുകെ പിടിച്ച നിമിത്തം ദൈവം ഇടപെടുന്നു. ദൈവം ഇടപെട്ടിട്ട് ആ സാമ്രാജ്യത്തിൻ്റെ ഗതിയിൽ, ആ സാമ്രാജ്യത്തിൻ്റെ അകത്ത് ഈ ബാലന്മാരാരാണെന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ്. അവിടെ വന്നപ്പോൾ അയാളുടെ മന്ത്രവാദികളും ആഭിചാരകന്മാരിൽ വെച്ച് ഏറ്റവും വിശിഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നന്നായി ഉത്തരം കൊടുത്തു. വിവേകപരമായി ജ്ഞാനത്തോടെ ദൈവം ഉത്തരം കൊടുത്തു. ദൈവജനം ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ജ്ഞാനമില്ല, ബുദ്ധിയില്ല നിങ്ങൾ ഭാരപ്പെടുന്നു എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനമില്ല, ബുദ്ധിയില്ല എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ, ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവത്തോട് ഭക്തിയുള്ളവരായി ജീവിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ നിങ്ങളൊരു വിശിഷ്ടമുള്ള ഒരു ജാതിയായി, വ്യക്തികളായി ദൈവം നിങ്ങളെ മാറ്റും. അത് 100% ശരിയാണ്. നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതായാലും, ഏത് ട്രൈബിൽപ്പെട്ടതായിരുന്നാലും, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ജീവിത രീതി ഏതെങ്കിലും റിമോട്ട് ഏരിയയിൽപ്പെട്ടതായാലും ശരി, നിങ്ങൾ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നിലനിന്ന് പ്രാർത്ഥിച്ചാൽ, പ്രവർത്തിച്ചാൽ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി വിശിഷ്ടമുള്ളവരാക്കി തീർക്കും എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിലൂടെ അല്ല യൂട്യൂബിൽ പഠിക്കാമെന്ന് പറയട്ടെ, നിങ്ങൾ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ല എങ്കിൽ, നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ
ഞാൻ നിങ്ങളോട് ചലഞ്ചസായി പറയുന്നു, ദൈവിക ജ്ഞാനം ലഭിക്കണമെങ്കിൽ യഹോവ ഭക്തിയോടെ വചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങളെ ദൈവം ജ്ഞാനമുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള ഒരു വ്യക്തിയാക്കി നിങ്ങളെ തീർക്കുമെന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി മറ്റൊരു കാര്യം, ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേലിലെ എല്ലാ ദർശനങ്ങളും സ്വപ്നങ്ങളും ദാനിയേൽ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട്. ദൈവിക രഹസ്യങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഉൾക്കാഴ്ച, ഹൃദയശുദ്ധിയും ദൈവത്തോടുള്ള വിശ്വസ്തതയും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണിക്കുന്നു. പിന്നീട് ദാനിയേൽ വലിയ വെളിപ്പാടുകൾ ദാനിയേൽ ലഭിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിതമായി മുൻപോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒന്നുള്ള കാര്യങ്ങൾ കൂടെ ആ വാക്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ അധ്യായം വിടുവാൻ ആഗ്രഹിക്കുന്നു. 19-ാമത്തെ വാക്യം വായിക്കുന്നു, ഹനന്യ, മീശായേൽ, അസരിയാവ് എന്നിവരെ പോലെ ആരെയും കണ്ടിട്ടില്ലെന്നാണ് വായിക്കുന്നത്. അപ്പൊ യെരുശലേമിൽ നിന്നുള്ള യുവാക്കൾ ബാബിലോണിയൻ സംസ്കാരവും ബാബിലോണിയൻ സാഹിത്യവും ബാബിലോണിയ മതവും എന്നിവയെക്കുറിച്ചുള്ള പഠനമൊക്കെ നടത്തി അതിൽ മുഴുകിയിരിക്കുകയാണ്. ഇവർ പഠിപ്പിച്ചത് അതാ, ബാബിലോണിയ മതം, ബാബിലോണിയ സംസ്കാരം, ബാബിലോണിയ ഭാഷ, ബാബിലോണിയ സാഹിത്യം, ഇതൊക്കെ പഠിച്ച് അതിൻ്റെ അകത്ത് അവർ മുഴുകിയിരിക്കുകയാണ്. എന്നാലും അവരിതൊക്കെ പഠിച്ചാലും ദൈവത്തോടുള്ള വിശ്വസ്തത അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ബാബിലോണിലായിരുന്നു, പക്ഷേ അവർ ബാബിലോണിൻ്റെതല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ബാബിലോൺ മതം പഠിച്ചു, ബാബിലോണിയ സാഹിത്യം പഠിച്ചു, ബാബിലോണിയ സംസ്കാരം പഠിച്ചു, ബാബിലോണിയമാകുന്ന എല്ലാം അവർ കണ്ടു കേട്ടു. 3 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ബാബിലോൺ കടന്നിട്ടില്ലായിരുന്നു. അവർ ബാബിലോണിൻ്റെതല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചാലും നമ്മൾ ഈ ലോകക്കാരല്ല, നമ്മൾ പ്രവാസികളാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതെല്ലാം സാഹിത്യവും സംസ്കാരവും ഏതെല്ലാം ഭാഷയും മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചാലും ഓർത്തിരിക്കേണ്ട വസ്തുത, നാം ഇവിടുത്തുകാരല്ല. നാം ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം, പക്ഷെ നാം ഇവിടുത്തുകാരല്ല എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം. ഏത് സംസ്കാരക്കാരുടെ പോയാലും, ഏത് ഭാഷക്കാരുടെ പോയാലും, ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ പോയാലും നീ ചിന്തിക്കേണ്ട വസ്തു, ഞാൻ ഇവിടുത്തുകാരനല്ല, ഇതെൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കടക്കാൻ പാടില്ല, എനിക്കതിന് പ്രമാണമില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, ഒരു വഴിയുണ്ട്, ഒരു ന്യായപ്രമാണമുണ്ട്. അത് പ്രകാരം ജീവിക്കാനാണ് ദൈവനെ ആക്കി വെച്ചിരിക്കുന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ആന്തരികമാകുന്ന ബോധ്യത്തിന് ഏത് ഭാഗ്യ സമ്മർദ്ദങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നും ദൈവത്തെ ബഹുമാനിക്കുന്ന ബോധ്യങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലങ്ങൾ നൽകുമെന്നും ദാനിയേൽ കൂട്ടർ നമ്മുടെ മുമ്പിൽ നന്നായി തെളിയിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, ദാനിയേൽ കോരശിന്റെ രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു വായിക്കുന്നു. നല്ല പ്രായത്തിലെത്തിക്കഴിഞ്ഞു. ദാനിയേൽ രാജാവായ കോരശിന്റെ 1-ാം വർഷം വരെ ജീവിച്ചു. ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ ദാനിയേലിനെ
ദീർഘവും വിജയകരമാകുന്ന ഒരു കരിയർ തനിക്ക് ലഭിക്കുന്നു. തങ്ങളുടെ ജീവനക്കാരെയും ജീവിതത്തെയും ഉപദേശങ്ങളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പിരിച്ചുവിടുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ, തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, തങ്ങളെ ദൈവമാക്കിയിരിക്കുന്നിടത്ത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ കൊണ്ടുവന്നത് ബാബിലോൺ സാമ്രാജ്യത്തിലെ മെയിൻ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ ഇവരെ കൊണ്ടുവന്നാലും, ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ വളർന്നാലും, അതിൻ്റെ കീഴിൽ ജീവിച്ചാലും ശരി, കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ആ സാമ്രാജ്യത്തിന് മാറ്റം സംഭവിച്ചു. ബാബിലോൺ സാമ്രാജ്യം പതുക്കെ പതുക്കെ ക്ഷീണിച്ചിട്ട് ആ സ്ഥാനത്ത് മേദ്യൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം ഒരധികാരത്തിലേക്ക് വരികയും അവരുടെ കീഴിലും ദാനിയേൽ ഉന്നതനായി തന്നെ ജോലി ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട വസ്തുത, ലോകത്തിൽ ജീവിച്ചാലും നമ്മൾ ലോകക്കാരല്ല എന്നൊരു ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് എൻ്റെയും നിൻ്റെയും സംഭാഷണം, ഭാഷ ലോകക്കാരുടെ ഭാഷയാകരുത്. നമ്മുടെ ചിന്തകൾ ലോകക്കാരുടെ ആകല്ലേ. നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവഭക്തിയോടും ദൈവത്തോടുള്ള ബന്ധത്തിലും യാത്ര ചെയ്താൽ ദൈവം ജ്ഞാനം തന്ന് ബുദ്ധി തന്ന് മറ്റുള്ളവരിൽ ശ്രേഷ്ഠന്മാരായി ദൈവം നമ്മളെ ആക്കി വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 1-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ലഭിച്ചിരിക്കുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപ് അവിടെ ഭാഗം നിർത്താൻ താല്പര്യപ്പെടുന്നു. 2-ാമത്തെ അധ്യായം നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ്. അതാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് ആദ്യം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവൻ ഉറക്കമില്ലാതെയായി. ഓക്കെ, ഇവിടെ ഒരു വർഷക്കണക്ക് പറയുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ എന്ന് പറയുന്നുണ്ട്. 2-ാം ആണ്ടിന്റെ അവസാനമാണോ ആരംഭത്തിലാണോ അതോ അതിന് മിഡിലാണോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. 2-ാം ആണ്ടെന്ന് പറയുമ്പോൾ 2-ാം വർഷം ആരംഭിക്കുന്നു, 2-ാം ആണ്ട അവസാനിക്കാറാകുമ്പോഴും 2-ാം ആണ്ട. അതുകൊണ്ട് ഏത് സമയമാണെന്ന് വ്യക്തമായി പറയുന്നില്ല. ഇനിയും ദാനിയേലാണ് എഴുതുന്നത്. ഇവിടെ വായിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണത്തിന് 2-ാം വർഷം എന്നാണ് വായിക്കുന്നത്. അപ്പൻ മരിച്ചതിന് ശേഷമാണ് താൻ സിംഹാസനത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പേ അപ്പനോട് ചേർന്ന് താൻ യുദ്ധം ചെയ്യുകയും യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ രാജാവ് ദാനിയേലിനെ മറ്റും പിടിച്ചുകൊണ്ടുവന്ന കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ താൻ രാജാവായി രാജസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദാനിയേൽ അപ്പോൾ എവിടെയായിരുന്നു? നെബൂഖദ്നേസർ രാജാവ് ഈ സ്വപ്നം കണ്ടപ്പോൾ ദാനിയേൽ എവിടെയായിരുന്നു? അതൊരു ചിന്തയാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. കാരണം യെരുശലേം നഗരം പിടിച്ചെടുത്തു, ആദ്യമായിട്ട് വന്ന് പിടിച്ചെടുത്ത് അവിടുത്തെ രാജാവിനെ കൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ ചെല്ലുമ്പോഴാണ്, ഒരുങ്ങുമ്പോഴാണ് തനിക്ക് സന്ദേശം ലഭിക്കുന്നു, അപ്പൻ മരിച്ചുപോയി, എത്ര വേഗം ചെന്ന് രാജ്യം ഏറ്റെടുക്കണമെന്നുള്ള കോൾ വരുന്നത്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ആ പോയ കൂട്ടത്തിലാണ് ആലയത്തിലെ പാത്രങ്ങളെയും ദാനിയേലിനെ മാത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ ദാനിയേലിനെ ചെന്ന പാടെ ഏൽപ്പിച്ചത് രാജകൊട്ടാരത്തിൽ
3 വർഷത്തെ പരിശീലനത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ 3 വർഷം പരിശീലനം. ഇവിടെ വായിക്കുന്നു രാജാവിന് 2-ാം വർഷം. അപ്പം അങ്ങനെയെങ്കിൽ ഈ സമയത്ത് രാജവാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ ദാനിയേൽ എവിടെയായിരുന്നു എന്നോ പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം തനിക്ക് 3 വർഷത്തെ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരേ കാലഘട്ടത്തിലാണ് ദാനിയേൽ ബാബിലോണിൽ ചെല്ലുന്നതും നെബൂഖദ്നേസർ രാജ്യഭാരം ഏൽക്കുന്നതും ഒരേ കാലഘട്ടമാണ്. പക്ഷെ 2-ാം വർഷമെന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ദാനിയേലിൻ്റെ 3 വർഷത്തെ പരിശീലന കാലഘട്ടത്തിനിടയിലാണ് ഈ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രാജാവ് സ്വപ്നം കാണുമ്പോൾ ദാനിയേലും കൂട്ടരും ഒരു പരിശീലനം, ആ 3 വർഷത്തെ പരിശീലനത്തിനകത്ത് ആ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വേദപണ്ഡിതന്മാർ സകലരും നല്ലൊരു കൂട്ടരും അവകാശപ്പെടുന്നു. നമ്മൾ ആ ഭാഗം നന്നായി പഠിക്കുമ്പോൾ ആ സമയത്തൊന്നും ദാനിയേലിനെ കാണുകയോ ദാനിയേലിനെ വിളിച്ചു വരുത്തുകയോ ദാനിയേലിനോട് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുറെ കഴിയുമ്പോഴാണ് ദാനിയേലിനെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം, ദാനിയേലിൻ്റെ സമയത്ത് 3 വർഷത്തെ ആ പരിശീലന കാലഘട്ടത്തിനകത്തായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ വായിക്കുന്നത് അവൻ്റെ മനസ്സ് കലങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. കലങ്ങിപ്പോയി, ഉറക്കം അവനെ വിട്ടുപോയി. ഈ സ്വപ്നത്തിൽ എന്തോ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇത് അസാധാരണമാകും വിധം പ്രാധാന്യത ഉള്ളതാണെന്ന് നെബൂഖദ്നേസർ മനസ്സിലായി. ലോകത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ രാജാവാണ് നെബൂഖദ്നേസർ. പക്ഷേ അവൻ ഉത്കണ്ഠാകുലനായി തീർന്നു. എന്തുകൊണ്ട്? സ്വപ്നം കണ്ടു, പക്ഷെ ആ സ്വപ്നം എന്താണെന്ന് വേണ്ട വിധത്തിൽ ഓർക്കുന്നില്ല. അപ്പോൾ ഒരു രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ സ്വപ്നം കണ്ട ശേഷം ഉറക്കം പോയി, ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആ സ്വപ്നത്തിനകത്ത് എന്തോ അസ്വാഭാവികമുള്ളതായിട്ട് അവൻ ഫീൽ ചെയ്തു. അപ്പം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, ഒരു രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരുപക്ഷെ രാജ്യങ്ങൾ മുഴുവനും വെട്ടിപ്പിടിച്ചെടുത്തു. അവൻ പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചെടുത്തു. ഒരു സാമ്രാജ്യം സ്ഥാപിച്ചെടുത്തു. അപ്പൊ ഇനി എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നൊരു ചിന്താഗതി ഹൃദയത്തിനകത്ത് വന്നതാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് ശക്തികളെയെല്ലാം തോൽപ്പിച്ച് ഇവൻ ടോപ്പിൽ നിൽക്കുമ്പോൾ ഇവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പക്ഷെ ചിന്ത വന്നു കാണും, ഇത് എത്ര നാൾ മുൻപോട്ട് പോകും, ഭാവിയിൽ എന്തു സംഭവിക്കുന്നൊരു ചിന്താഗതി അവൻ്റെ മനസ്സിൽ വന്നു കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഈ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം അവനെ ആകുല ചിന്തകളുള്ളവനാക്കി തീർത്തു. അതിനാൽ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾക്ക് മനസ്സിലായി സ്വപ്നം പ്രാധാന്യത ഉള്ളതാണെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം അവന് മനസ്സിലായില്ല. വരുവാൻ പോകുന്ന ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊരു ചിന്ത അവൻ്റെ ഹൃദയത്തിൽ കാണും. കാരണം വെട്ടിപ്പിടിച്ചെടുത്തു, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുത്തു. അവൻ ബാബിലോൺ സാമ്രാജ്യത്തെ ഉന്നത നിലയിൽ കൊണ്ടെത്തിച്ചു. 7 അത്ഭുതങ്ങളിൽ ഒന്നാകുന്ന ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കി. എല്ലാ നിലകളും വെൽ സെറ്റിൽഡായി നിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നൊരു ചിന്താതി ഹൃദയത്തിനകത്ത് വന്നു കാണും. എന്നാൽ ദൈവം അവനെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു എന്ത് സംഭവിക്കും. പക്ഷെ മറന്നുപോയി.
അവനറിയാം എന്തോ അസ്വാഭാവികത്തുണ്ട്. യഥാർത്ഥ ദൈവം ഈ സ്വപ്നത്തിൽ അവനോട് സംസാരിച്ചു. പക്ഷെ അവന് മനസ്സിലായില്ല ഇത് ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രി ഓർക്കേണ്ട വസ്തുത ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ മുൻപിൽ ചലഞ്ചസ് വരുമ്പോൾ നീ ആരാണെന്ന് ഉത്തമ ബോധ്യമുള്ളവനായി ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് ഉറച്ചു നിന്നാൽ നിനക്ക് വേണ്ടി തമ്പുരാൻ ഇടപെടും. അതേത് കൊട്ടാരത്തിലായാലും ഇടപെടും, ഏത് സാമ്രാജ്യ ശക്തിയായാലും ഇടപെടും. അവിടെ നീ അതിനെ ചൊല്ലി ഭാരപ്പെടേണ്ട. നീ ഒന്ന് മാത്രം ചെയ്യുക, സത്യത്തിന് വേണ്ടി നിലനിന്ന് ഹൃദയത്തിനകത്ത് ഉറച്ച തീരുമാനം ദൈവത്തിലെടുക്കുക. 2, ദൈവത്തിൽ ഭക്തിയോടെ തീരുമാനത്തിൽ അടിയുറച്ച് നിന്ന് ജീവിച്ചാൽ ദൈവത്തിന് ജ്ഞാനത്താലും ബുദ്ധിയാലും വിവേകത്താലും ദൈവം നിന്നെയും നിന്റെ തലമുറയെ ദൈവം നടത്തും. മറ്റൊരു കാര്യം, മറ്റുള്ളവരെ വെച്ച് നീ ശ്രേഷ്ഠനായിത്തീരും. നിനക്ക് തുല്യനായി നിന്നോടൊപ്പമുള്ള ആരും വരത്തില്ല. നീ പഠിക്കുന്ന സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന മേഖലകളിലും നീ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു നിന്നാൽ നിനക്ക് തുല്യമായി മറ്റൊരുത്തരും ആ സ്ഥാനത്ത് വരികയില്ല എന്ന് വ്യക്തമായി ഈ വചനത്തിൽ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ദൈവിക പ്രമാണങ്ങൾക്കും ദൈവിക വചനങ്ങൾക്കും ദൈവത്തിനും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.